അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടാമ്പിയിലോട്ട് വീണ്ടും പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പട്ടാമ്പിക്ക് പോകണതല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പട്ടാമ്പിക്ക് പോകണം തന്നെയാണ്. കാരണം കഴിഞ്ഞ ശനിയാഴ്ച പട്ടാമ്പിക്ക് പോയത്, ഇനി ഈ ശനിയാഴ്ച പട്ടാമ്പിക്ക് പോകണം. വീഡിയോ ഇടാൻ കുറച്ച് നേരം വൈകുന്ന കാരണം കൊണ്ട് അടുപ്പിച്ച് ആണെന്ന് തോന്നുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പട്ടാമ്പിക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വെരി മിനിമൽ മേക്കപ്പ് ഇല്ലാന്ന് വേണ്ടി പറയാം. ഒരു ലിപ്സ്റ്റിക്ക്, ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ ചുണ്ടും ഇട്ടു എന്ന് കാണാത്ത പോലെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ തേച്ചില്ല. കാരണം വെയിലത്തിറങ്ങുന്ന സമയത്ത് കരിയാതിരിക്കണമെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ ഞാൻ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും മാത്രം ഇട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഒരു വാച്ച് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കുർത്ത ലിങ്കിൻ്റെ കയ്യിൽ ലഭിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തയാണ്. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഇതിന് ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ആദ്യം കോളേജിലേക്ക് പോകാൻ നോക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പട്ടാമ്പിയിലോട്ട് പോകാം. ഗൈസ് ക്ലാസ്സൊക്കെ എത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറബിക് ടൈപ്പിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അവസാനം അറബിക്കായി കണ്ടോ. ഇതൊക്കെ കാണണ്ട നമുക്ക്. ഇതൊക്കെ കാണാപ്പാടം പഠിക്കേണ്ട സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് ടൈപ്പ് ചെയ്യാൻ പഠിച്ചിട്ട് വേണം എക്സാമിന് പാസ്സാവാൻ. ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചത്. ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്തുണ്ടാക്കിയത്. ഇത് നോക്കിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ആരോ എന്തോ. ഗൈസ് ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ടൈപ്പ് ചെയ്ത് എനിക്ക് വയ്യാണ്ടായി. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മമ്മി ഇവിടെ മജ്ജത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന് മൈദദോശ ഉണ്ടാക്കുന്നുണ്ട്. ഹായ് പറയും മമ്മി. സോറി, നീർപ്പോളാ. നീറുണ്ടാക്കുന്നുണ്ട്. പോള ഉണ്ടാക്കിയിട്ട് വേണം. ഇപ്പഴാ കയ്യാ ഇത് നല്ല മൈദ ഓട്സ് നല്ല ഓട്സോ മൈദ ഉണ്ടായില്ല. അപ്പൊ ഓട്സ് ഇട്ട് സെറ്റാക്കി. ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഓക്കെ അത് മതി. ഇത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഉള്ള തേങ്ങ ചിരവുണ്ടാക്കിയിട്ട് വേണം. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ആദ്യം ഫുഡിനോട് ഇഷ്ടമുള്ള ആൾക്കാരെ ടേസ്റ്റ് ചെയ്യണം എന്നാണ്. അതായത് ഞാൻ. സോ ഗൈസ് മമ്മ നീർപ്പോള ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് പറയാം എങ്ങനെയുണ്ട് എങ്ങനെയില്ല. എന്തായാലും നന്നൂന്നേ പറയാൻ പറ്റുള്ളൂ. രസമുണ്ട്. ഇതെപ്പോൾ ഉണ്ടാക്കുന്ന ആളോട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു പാൽച്ചായുണ്ട്. ആക്ച്വലി സമയമല്ല, പട്ടാമ്പിക്ക് പോകാൻ നേരം വഴുകിയിരിക്കുന്നു. അത് വേറെ കാര്യം. എന്നാൽ പിന്നെ ഇത് കഴിച്ചിട്ട് വരാം ഗൈസ് ചായ കൂടി കഴിഞ്ഞ് പട്ടാമ്പിക്ക് പോകണം. പക്ഷേ എൻ്റെ ഇടയിൽ കൂടെ മമ്മ പൈനാപ്പിൾ മുറിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് മുന്നേ കൊടുത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞില്ലേ. അപ്പം മമ്മ മുറിക്കണേ പോയി നോക്കാം. അതിൽ ഉപ്പ് മുളക് ഇടുന്നുണ്ടോ, വെറുതെ കൂടെ കൊണ്ടുപോകണോ അറിയില്ല. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. പൈനാപ്പിൾ മുറിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നു എൻ്റെ മമ്മി. ഞാൻ കത്തിക്ക് മുറിച്ച് കൂട്ടി തന്നില്ലേ, എന്നിട്ട് മുറിയണല്ല. കത്തിക്ക് എന്താ പത്ര വലിയ. ഞാൻ ഈ സാധനം കൊണ്ട് മുറിച്ചായി കൊടുത്താട്ടോ ഗൈസ്. ഇവിടെ മമ്മയ്ക്ക് കത്തി മുറിച്ചില്ലാത്ത സമയത്ത് ഞാനാണ് മുറിച്ചായി കൊടുക്കാറ്. കാരണം എല്ലാത്തിനും ഞാൻ വേണം, നോട്ട് ദ പോയിന്റ്. അപ്പൊ നമുക്ക് കത്തി മുറിച്ചാക്കാൻ വേണ്ടി കല്ലിന്റെ ആവശ്യമില്ല, ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഇത് മാത്രം മതി. ഇതിന്റെ പരസ്യം ചെയ്യാൻ നിൽക്കുന്ന കേട്ടോ ഞാൻ. ഇത് 1 2 3 1 സ്റ്റെപ്പ് നമ്മൾ കൊടുത്ത കാരണം കൊണ്ട് വെരി സിമ്പിളായിട്ട് കത്തി മുറിച്ചാക്കാം. ആരോ കുറ്റം പറയുന്നു നമുക്ക് ചോദിക്കും. അപ്പം മുറിച്ചാക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് 1 2 3 സിമ്പിൾ. കത്തി മുറിച്ചായി. ഇനി ഇത് വെച്ച് നമുക്ക് വെറുതെ മുറിക്കാം ഗൈസ്. എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ആഗ്രഹം വന്നപ്പോൾ മേടിച്ചാണ് കേട്ടോ ഈ പൈനാപ്പിൾ. പെട്ടെന്ന് എന്തോ ഉപ്പ് മുളകിട്ട് കഴിക്കാൻ ഒരു പൂതി. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് മേടിച്ചു. പൈനാപ്പിൾ അല്ലേ, വലിയ കാര്യമൊന്നുമല്ലല്ലോ. നമ്മൾ പൈനാപ്പിളൊക്കെ ആഗ്രഹിച്ച് അപ്പക്കപ്പളെ മേടിച്ച് ഉണ്ടാക്കണം. ബിക്കോസ് അതൊക്കെ ഒരു സന്തോഷം. കാരണം എനിക്ക് തിന്നണതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നുന്നത് തിന്നാനുള്ള സാധനം എനിക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഉപ്പും മുളകും മാത്രമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുത്തു. അത്രേ പണിയുള്ളൂ. അപ്പം നമ്മുടെ ഇളക്കൽ കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം. ഞാൻ ഉണ്ടാക്കിയാലേ വലിയ കുറവൊന്നും വരില്ല. പക്ഷേ പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവാണ്. അത് കുറച്ച് പഴുക്കാറുണ്ടാവും. ചോക്കണം. പഞ്ചസാരണോ ഈ ചെറുതെടുത്തൊന്നാ അത് അങ്ങനെ പോന്നെ കഴിക്ക് ചെങ്ങയ്യേ. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കാണിച്ചു കൊടുക്ക്. പ്രേക്ഷകർ കാണട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ ചേച്ചിൻ്റെ കൈപ്പുണ്യം. പാളി ഗൈസ്. വെറുതെ പറയാട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് 5:30 മണി ആയിക്കുന്നത്. 6 മണിക്ക് വണ്ടി പറയണം. അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് തുണികൾ ഉണക്കിടാണ്ട് ഞാൻ ആ പരിപാടി കണ്ടു. തുണികളൊക്കെ ഉണക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. കാരണം വരുമ്പോഴത്തേനും എല്ലാ തുള്ളിലും ഉണങ്ങിയിരിക്കട്ടെ. അല്ലെങ്കിൽ തുള്ളി ഇങ്ങനെ കുന്നുകൂടി നമുക്ക് വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. ഇതെല്ലാം ഉണക്കിടാൻ ഇട്ടിക്കണ്. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് വരുമ്പോൾ ഒരു
ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഉണക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉണക്കില്ല ഗൈസ്. ഗൈസ് നമ്മൾ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ് ഞാൻ സൈമനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. സൈമൻ പാൻറ്റ് വേറെ ടീഷർട്ട് വേറെ. ഇതെന്തെങ്ങനെ അങ്ങനെ അതൊക്കെ മതി. ഞാൻ ഈ ഒരു ചുരിദാർ ഞാൻ ഫുള്ള് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു ടോപ്പും പാൻറ്റും ആണ് കേട്ടോ. ഷാളില്ല, ഷാൾ ഞാൻ എക്സ്ട്രാ ഇട്ടുകൊടുത്തതാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ മെൻഷൻ ചെയ്തു. നമ്മൾ പാക്ക് ചെയ്ത് വെച്ച ബാഗ് ഇത്. ഈ ബാഗിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ കേട്ടോ. നമ്മൾ മീഷോന്ന് മേടിച്ച ബാഗാണ്. കുറഞ്ഞ പൈസയേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. സൈമൻ നമുക്ക് പോണ്ടേ, ഇങ്ങനെ ഫോണിൽ കളിച്ചിരുന്നാൽ മതിയോ? എൻ്റെ കുപ്പായം വെച്ചോ? എവിടെ വെച്ച്? ഒരു ട്രൗസർ ഒരു പാൻറ് മതി. ഓഹോ ശരി, എന്നാ നമുക്ക് പോവാം ഗൈസ്. അതാണ് സോ ഗൈസ് ഞങ്ങൾ പോവാണ്. ബാഗൊക്കെ ഞാനാ പൊക്കണത്. സായ്മ ഫുഡ് എടുത്ത് പോയിക്കണു. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓട്ടോറിക്ഷ 6:30 മണിക്കാണ് വരുന്നത്. വേറെ കാര്യം നേരം വൈകിക്കണം, നല്ലോണം നേരം വൈകിക്കണം. നേരെ പോവാ പരിപാടിക്ക് കയറാ, തിന്നാ പോരാ. വണ്ടി എത്തിയിട്ട് എത്ര നേരമായി? ഇങ്ങോട്ട് നടന്നു വാ. കമ്മാൺ. ഞങ്ങൾ വൈകുന്നേരം പോകണമെന്ന് വെച്ചാൽ നാളെ രാവിലെ കോഴിക്കോടേക്ക് പോകണം കേട്ടോ. അത് കാരണം കൊണ്ട് വൈകുന്നേരം തന്നെ പോണത്. പിന്നെ വീട്ടിലേക്ക് പോണത് നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ട്. അതിൻ്റെ കൂടെ തലേ ദിവസത്തെ ഒരു പരിപാടി, ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ നിക്കാഹിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടി കൂടി വേണ്ടിയിട്ട് വേണം പോകണം. അപ്പോൾ കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് വേഗം ഒരുങ്ങി റെഡി ആവാൻ. ഞങ്ങൾ പട്ടാമ്പിയിലത്തെ വേഗം തന്നെ ഡ്രസ്സ് മാറ്റി പരിപാടിക്ക് പോവാണ്. ഞാൻ നബിലാമാൻ്റെ ഒരു തിളങ്ങുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ്. അൻമോൾ നജ്മാമൻ്റെ ക്രിയേഷൻ ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടാണ്. ഞങ്ങൾ പോട്ടെ കേട്ടോ. നല്ല അടിപൊളി നിക്കാഹിൻ്റെ തലേ ദിവസം കേട്ടോ. കല്യാണം എന്നൊക്കെ പറയാൻ വേണ്ടി വരുന്നത്. തലേ ദിവസം തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല കേട്ടോ, മിനിമം ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി പിന്നെ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ ചെന്നു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കൊരു വീട്ടിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് അപ്പം കുറച്ചേ വേണ്ടി വരുള്ളൂ. എനിക്ക് എപ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിക്കും, എന്നിട്ട് വീട്ടിലേക്ക് എത്തിയാക്കാണ് എനിക്ക് കുറ്റബോധം ഇരിക്കണം. പഠിച്ചോനെ അപ്പോൾ കുറേ കഴിച്ചാൽ മതിയെന്നല്ലോ എന്ന്. പക്ഷെ അപ്പോൾ കഴിക്കാൻ പറ്റുമോ അതൊട്ടില്ലേനും. അപ്പോൾ ജസ്റ്റ് പൊറാട്ട, നെയ്ച്ചോറ്, വെജിറ്റബിൾ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ അച്ചാർ, സലാഡ് അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫുഡിനെ കുറിച്ച് ഒന്നും പറയാൻ നല്ല അടിപൊളി ഫുഡ്. പിന്നെ നമ്മൾ കുറച്ച് മാനേഴ്സ് ഒക്കെ ഇപ്പം ഇതിന് വേണ്ടി കഴിക്കാൻ അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിച്ചു. വി ഗോ. യെസ് വി ഗോ. ഐ ഗോ, യു ഗോ. വി ഗോ ആൻഡ് സിറ്റ് ഇൻ ഹോം. ഓക്കെ, വി ഗോ ആൻഡ് സിറ്റ് ഇൻ ഹോം. നോ സിറ്റിംഗ്, ഓൺലി സ്ലീപ്പിംഗ്. ഓൺലി സ്ലീപ്പിംഗ്, നോ സിറ്റിംഗ് ആൻഡ് ടോക്ക് ആഫ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, വി ഗോ. പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം വർത്താനം പറയാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അടുപ്പിച്ചടുപ്പിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കണ്ടപ്പോൾ വർത്താനം പറയണം. പിന്നെ കുറേ നേരം ഇരിക്കാൻ ടൈമും ഇല്ല. അപ്പോൾ അത്യാവശ്യം നേരം ടൈമിലിരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോയി ഗൈസ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി കോഴിക്കോട് പോവാണ്. ഞാൻ, നബില, അമ്മ, അൻമോൾ, ഉണ്ണിമോൻ. ഞങ്ങൾ എല്ലാവരും കൂടി കാറിലാണ് പോകുന്നത്. ഉണ്ണിമോൻ കാർ ഇറക്കിയിട്ടുണ്ട്. ടെൻഡാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോവാണ്. ഇനി കോഴിക്കോട് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഗൈസ്. ഞങ്ങളങ്ങനെ യാത്ര പോവാണ് ഗായ്സ്. കോഴിക്കോട്. ഓക്കെ ഗായ്സ്, മമ്മി ടാറ്റ. അതിന് നബിലാമേനെ കേട്ടോ. നബിലാമേനെ കമ്പൽ മാത്രമേ കാണിക്കാം. ഞങ്ങൾ പോയിട്ട് വരാം. അമിത പേടിയുള്ള കോറ റൈഡറാണ് അപ്പുറത്തിരിക്കുന്നത്. ഉണ്ണിമോന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് നല്ല പ്രോ ഡ്രൈവേഴ്സ് ആണ് കാർ ഓടിക്കുന്നുണ്ടെങ്കിൽ വലിയ പേടില്ല. അപ്പൊ നമ്മളൊന്നും ഓടിക്കാൻ പാടില്ല. അതായത് ഇപ്പൊ ഈശ്വസ് മോനാണെങ്കിലും ഉണ്ണിമോനാണെങ്കിലും ഒക്കെ നല്ല ഡ്രൈവേഴ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഉണ്ണി സക്സസ്, നമ്മുടെ വിജയം. ഞങ്ങൾ ഇറങ്ങിയ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. കാരണം അന്ന് വോട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, വോട്ട് ജയിച്ചതിൻ്റെ അവരുടെ ആൾക്കാരുടെ ഒക്കെ പരിപാടികൾ കേട്ടോ റോട്ടിലൊക്കെ നടന്നിരുന്നത്. അന്ന് നല്ല ബ്ലോക്ക് ചെയ്യുന്നു. ഞങ്ങൾ പട്ടാമ്പി ആ ഭാഗത്തൊക്കെ കുറച്ച് കുറവായിരുന്നു. അവിടെ അധികം ബ്ലോക്കൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് വളാഞ്ചേരി ഭാഗത്തെത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. അവിടെ എന്താ പറയുക, സാധാരണ ഉണ്ടാവണേക്കാട്ടിക്ക് എത്രയോ വലിയ ബ്ലോക്കാണ് കേട്ടോ അന്ന് അവിടെ ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ ഹൈവേ കയറിയ പിന്നെ കുഴപ്പമില്ല. ഹൈവേ കയറിയ പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. കാരണം അവിടെ ബ്ലോക്കും ഒന്നും കാട്ടാൻ ആരും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ കോഴിക്കോട് കൂടെ അവിടെ മെറാൾഡ ജ്വല്ലർ ഉണ്ട്. അവിടെ നബിലാമ പോകണ്ട. അപ്പോൾ നബിലാമയുടെ കൂടെ കേട്ടോ ഞങ്ങൾ ഈ പോണത്. ഗൈസ്, ഞങ്ങൾ പോണ വഴി കൂടെ ജസ്റ്റ് ഒന്ന് കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞാൻ ആപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. മമ്മി എല്ലാവരും മാംഗോ ജ്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും കാറിലിരിക്കുക. ഞാനും ഉണ്ണിമോൻ, അൻമോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. വെയിലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ആപ്പിൾ ജ്യൂസ്. അൻമോൾ
കുടിച്ചു നോക്ക്. ആ ഓട്ട കുത്തിയിട്ടില്ല പിന്നെ എങ്ങനെ? നല്ല നീലം ഇവിടെ എത്തി ഗൈസ്. ഞങ്ങൾ ജ്വല്ലറിക്ക് വന്നിക്കണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഒരു സാധനം നമുക്ക് നോക്കാനും പറ്റില്ല, എടുക്കാനും പറ്റില്ല, ട്രൈ ആക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം സ്വർണ്ണമല്ലേ, അതുകൊണ്ട്. എന്നാൽ നമ്മൾ ഈ സ്വർണ്ണമൊക്കെ മേടിക്കാനുള്ള കയ്യിൽ വരിക. അതൊക്കെ വന്നിട്ട് വേണം മേടിക്കാൻ. വൺ ഡേ കാക്ക എനിക്ക് ആ സ്വർണം ഉണ്ണിമ കഷ്ടപ്പെട്ട് വീടെടുത്തോണ്ടിരിക്കുക. ആ സ്വർണ്ണ അത് മാല മാറ്റിയിട്ടിട്ട് നിബിലാമ്മേറെ കുറേ കുഴങ്ങിയെന്ന് തോന്നുന്നു. എന്നാലും ക്ഷീണിക്കാതിരുന്ന് മാല മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് കുറേ നേരം ഷൂട്ടിങ് കഴിഞ്ഞ് കിട്ടിയൊരു ജ്യൂസാണിത്. പാഷൻ ഫ്രൂട്ട് പ്ലസ് ഗ്വാവ ആണെന്ന് തോന്നുന്നു. രസമുണ്ട്, പുളി മധുരം കൂടി കൂടിയിട്ട്. അങ്ങനെ ആ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു സമയമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എല്ലാവരും കൂടി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് ഒരു പോക്കിയത്. ഞങ്ങളൊരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴാട്ടോ വീട്ടിലേക്ക് എത്തുന്നത്. അന്നും നേരെ അതേപോലെ തന്നെ പട്ടാമ്പിക്കാണ് പോയത്. ഞങ്ങൾ പെരുന്തമണ്ണക്കല്ലോട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഗായ്സ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.